ഞങ്ങളൊരു വഴിക്ക് ഇറങ്ങിയതാട്ടോ. പക്ഷേ ഇറങ്ങിയ വഴിക്ക് ഞങ്ങൾ ഇട്ടി നാശ വെള്ളപ്പൊക്കമായിരുന്നു. ഞാൻ പിണങ്ങി ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒരു ചെരിയിൽ ചെരിഞ്ഞിട്ട് പിന്നെ നേരെ ഇരുന്നിട്ടില്ല. പിന്നെ എന്താ ഭാഗ്യം പോലെ ഏട്ടൻ്റെ മുമ്പിൽ ഈ പൂ വെക്കുന്ന ചെക്കൻ വന്ന് വിട്ടു. പൂ വാങ്ങി ഏട്ടനെനിക്ക് തന്നു. ഞാൻ മൂക്ക് കുത്തി വീണു, അവിടെ വീണു ഞാൻ. പക്ഷെ നല്ല അടിപൊളി ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കാണാൻ വന്ന ആളിതാണേ. അവൾ ഞങ്ങളുടെ കസിനാണ്. അപ്പോൾ അവൾ ക്രൈസ്റ്റ് കോളേജിൽ ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ അവളെ ഒന്ന് കാണണം, ഒന്ന് പുറത്ത് പോകണം, കറങ്ങണം, ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി. ആദ്യം 3 പേർക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ വെച്ച് പിടിച്ചത് ജയനഗറിലേക്കാട്ടോ. ഞാൻ ബാംഗ്ലൂർ വന്ന പിന്നെ പോകണമെന്ന് വിചാരിച്ച സ്ഥലങ്ങളിലൊരു സ്ഥലമാട്ടോ ജയനഗർ. കാരണം എനിക്ക് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ വാങ്ങിക്കുകയൊക്കെ ചെയ്യും, ഞാൻ ഇടുകയും ചെയ്യും. വാങ്ങിക്കുന്ന പോലെ തന്നെ ഞാൻ അത് ഇടുകയും ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കമ്മൽ മേടിച്ചില്ല. പക്ഷേ ഷോർട്ട് കുർത്താസൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ നൈറ്റ് വെയേഴ്സൊക്കെ മേടിച്ചു. പിന്നെന്താ പറയുക, ചെരുപ്പുകളുടെ ഒരു ചാകര പറഞ്ഞു കഴിഞ്ഞാൽ ചാകര. നമ്മളിങ്ങനെ നോക്കി നോക്കി സെലക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയ ദിവസം സൺഡേ ആയതുകൊണ്ട് തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. നല്ല തിരക്കിപ്പെട്ടു കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴ വരുന്നു പോകുന്നു അങ്ങനത്തെ ഒരു ലെവലിലായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ പെട്ടെന്ന് അവിടെ ഇവിടെ എല്ലാം കറങ്ങി കുറച്ചൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് മാങ്ങയൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് നടക്കും കേട്ടോ. മഴയ്ക്ക് മുന്നേ കാറി കയറണമെന്നും പറഞ്ഞ് പോകുന്ന വഴിക്കാണ് ഞാവൽപ്പഴം കണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിലൊരു ഫ്രൂട്ടാണ് ഞാവൽപ്പഴം. ഇതിനാണെങ്കിലോ വലിപ്പത്തിനനുസരിച്ചാണ് പ്രൈസ്. 600, 700, 800 അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ മഴയത്തും പെട്ടു. കുറച്ച് നേരം കയറി ഇന്ന് എങ്ങനെയൊക്കെയോ കാറി കയറിയ പിന്നെയോ ഭയങ്കര മഴ, ഹെവി റെയിനായിരുന്നു കേട്ടോ. റോഡ് കാണാനേ പറ്റുന്നില്ല. ഏട്ടാ എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ ഭർത്താവ് സൂപ്പറാണല്ലോ.